വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് GST അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. GST ആയിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ 2 ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കാണുക, അതിനുശേഷം ഈ മൂന്നാമത്തെ ക്ലാസ് കാണുക. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് IGST ആയിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളാണ്. IGST അതുപോലെ SGSTയും CGSTയും എല്ലാം ബുക്കിൽ വരികയാണെങ്കിൽ അതെങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം, അതെങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നത്തെ ആദ്യത്തെ എക്സാമ്പിൾ: record necessary journal entries in the books of Dilip of Kerala assuming a GST of 10%. Bought goods rupees 35,000 from Karnataka. Sold goods for rupees 20,000 to Tamil Nadu. Sold goods for rupees 40,000 locally. 3 ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 3 ട്രാൻസാക്ഷൻസിൻ്റെയും ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ് വരിക എന്ന് നോക്കാം. അതിനുശേഷം GST സെറ്റിൽമെൻറ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബോട്ട് ഗുഡ്സ് rupees 35,000 ഫ്രം കർണാടക. ഇപ്പോഴിവിടെ ഗുഡ്സ് ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നതെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണ്. ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് ആകുമ്പോൾ വരുന്ന GST IGST ആണ്. നമുക്ക് വരുന്ന ജേണൽ എൻട്രി വരുന്നത് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 35,000 ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് 35,000 പ്ലസ് 10% GST, ദാറ്റ് ഈസ് 38,500. എക്സ്ട്രാ വരുന്ന 3,500 എന്ന് പറയുന്നത് IGST ആണ്, ഇൻപുട്ട് IGST ആണ്. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുത്ത GST ആണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ചെയ്യേണ്ടത് ഇൻപുട്ട് IGST 35,000 ഇൻറ്റു 10/100, ദാറ്റ് ഈസ് 3,500. ഇനി രണ്ടാമത്തെ ഇടപാട് നമുക്ക് തന്നിരിക്കുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ rupees 20,000 ടു തമിഴ്നാട്. 20,000 രൂപക്കുള്ള സാധനങ്ങൾ തമിഴ്നാട്ടിലേക്ക് വിറ്റു. അതും ക്യാഷ് സെയിൽസ് ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് വരുന്ന ജേണൽ എൻട്രീസ്. ക്യാഷ് സെയിൽ ആകുമ്പോഴുള്ള എൻട്രി എന്തായിരിക്കും? യെസ്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് എന്നായിരിക്കും അല്ലേ. ഇവിടെ ക്യാഷ് കിട്ടുന്നത് 20,000 മാത്രമായിരിക്കില്ല, അതിൻ്റെ GST 10% കൂടി നമ്മൾ കളക്ട് ചെയ്യണം. ഇപ്പോൾ ക്യാഷ് ആയിട്ട് എഴുതേണ്ടത് 20,000 പ്ലസ് 20,000 10%, ദാറ്റ് ഈസ് 2,000. ടോട്ടൽ ക്യാഷ് കിട്ടുന്നത് 22,000 ആയിരിക്കും. ടു സെയിൽസ് 20,000, ബാക്കി GST ആണ്. തമിഴ്നാട്ടിലേക്കാണ് വിറ്റത്, അതുകൊണ്ട് തന്നെ IGST ആയിരിക്കും. അത് വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട GST ആയതുകൊണ്ട് അത് ഔട്ട്പുട്ട് GST ആണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് ടു ഔട്ട്പുട്ട് IGST 10% ഓഫ് 20,000, ദാറ്റ് ഈസ് 2,000. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഇടപാട് നമുക്ക് നോക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ rupees 40,000 ലോക്കലി. 40,000 റുപ്പീസിൻ്റെ സാധനങ്ങൾ ലോക്കലായിട്ട് കേരളത്തിനകത്ത് തന്നെ വിറ്റു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിനകത്ത് തന്നെ സാധനങ്ങൾ വിറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പാസ് ചെയ്യുന്ന ജേണൽ എൻട്രി എന്തായിരിക്കും? യെസ്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് എന്നായിരിക്കും. ഇവിടെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് ഗുഡ്സിൻ്റെ പൈസയും കിട്ടും, അതുപോലെ തന്നെ 10% GSTയും കിട്ടണം. ഇപ്പോൾ GST എന്ന് പറയുന്നത് 40,000 10%, ദാറ്റ് ഈസ് 4,000 റുപ്പി GST കൂടി ചേർത്ത് ക്യാഷ് നമുക്ക് കിട്ടുന്നത് 44,000 ആയിരിക്കും. ടു സെയിൽസ് 40,000. ഇനി ഡിഫറൻസ് വരുന്ന 4,000 എന്ന് പറയുന്നത് GST ആണ്. ഇത് കേരളത്തിനകത്ത് തന്നെ ആണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് ആണ്. അതുകൊണ്ട് ഇവിടെ ചാർജ് ചെയ്യുന്ന GST എന്ന് പറയുന്നത് SGSTയും CGSTയും ആയിരിക്കും. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ അത് ഔട്ട്പുട്ട് CGST ഔട്ട്പുട്ട് SGST ആയിരിക്കും. ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് ടു ഔട്ട്പുട്ട് SGST 2,000 ടു ഔട്ട്പുട്ട് CGST 2,000. ഈ 3 ഇടപാടുകളാണ് നമുക്ക് തന്നത്. 3 നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് GST സെറ്റ് ഓഫ് എങ്ങനെയാണെന്ന് നോക്കാം. വർക്കിംഗ് നോട്ട്സ്.
ടോട്ടൽ ഇൻപുട്ട് ഐ ജി എസ് ടി ആയിട്ട് ഇതുവരെ കൊടുത്തത് 3500 രൂപയാണ്. ടോട്ടൽ ഔട്ട്പുട്ട് ഐ ജി എസ് ടി 2000 രൂപ. ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി ഐ ജി എസ് ടി കളക്ട് ചെയ്തത് 2000 രൂപ. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് കളക്ട് ചെയ്തത് 2000 രൂപയും ജി എസ് ടി കൊടുത്തത് ഐ ജി എസ് ടി കൊടുത്തത് 3500 രൂപയുമാണ്. അപ്പോൾ നമ്മൾ 1500 രൂപ എക്സ്ട്രാ ഐ ജി എസ് ടി കൊടുത്തിട്ടുണ്ട്. നെറ്റ് ഇൻപുട്ട് ഐ ജി എസ് ടി പെയ്ഡ് ഇൻ എക്സസ് 2000 മൈനസ് 3500 ദാറ്റ് ഈസ് 1500. അത് എക്സ്ട്രാ ഗവൺമെൻറ്റിന് കൊടുത്ത ഐ ജി എസ് ടി ആണ്. ഈ എക്സ്ട്രാ കൊടുത്ത ടാക്സ് ക്രെഡിറ്റ് ഐ ജി എസ് ടി എന്ന് പറയുന്ന 1500 രൂപ നമുക്ക് സി ജി എസ് ടിയിലും അല്ലെങ്കിൽ എസ് ജി എസ് ടിയിലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് പിന്നീട് നോക്കാം. ഇനി നമുക്ക് എസ് ജി എസ് ടി എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ടോട്ടൽ ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്നത് 0 ആണ്. നമ്മളൊന്നും തന്നെ ഗവൺമെൻറ്റിൽ എസ് ജി എസ് ടി ആയിട്ട് ഈ മാസം ഒന്നും കൊടുത്തിട്ടില്ല. ടോട്ടൽ ഔട്ട്പുട്ട് എസ് ജി എസ് ടി നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി സെയിൽസ് നടത്തുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്തത് 2000 രൂപ എസ് ജി എസ് ടി ആണ്. ആ 2000 രൂപ എസ് ജി എസ് ടി മുഴുവനായിട്ടും ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. കാരണം നമ്മൾ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നെറ്റ് ഔട്ട്പുട്ട് എസ് ജി എസ് ടി പേയബിൾ 2000. അതേപോലെ നമുക്ക് സി ജി എസ് ടിയുടെ കണക്ക് നോക്കാം. ടോട്ടൽ ഇൻപുട്ട് സി ജി എസ് ടി 0. നമ്മൾ ഇതുവരെ ഗവൺമെൻറ്റിലേക്ക് സി ജി എസ് ടി ആയിട്ട് ഈ മാസം ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ടോട്ടൽ ഔട്ട്പുട്ട് സി ജി എസ് ടി 2000. നമ്മൾ സെയിൽസ് നടത്തുന്ന സമയത്ത് പാർട്ടിയിൽ നിന്നും ജി എസ് ടി കളക്ട് ചെയ്തത് 2000 രൂപയാണ്. ഈ 2000 രൂപ മുഴുവനായിട്ടും ഇനി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. കാരണം നമ്മൾ ഇതുവരെ ഒന്നും തന്നെ സി ജി എസ് ടി ഇനത്തിൽ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടില്ല. ഇപ്പം നെറ്റ് ഔട്ട്പുട്ട് സി ജി എസ് ടി പേയബിൾ 2000 രൂപ. ഇപ്പോൾ എസ് ജി എസ് ടി ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് ഇനി അടയ്ക്കേണ്ടത് 2000 രൂപ, സി ജി എസ് ടി ആയിട്ട് അടയ്ക്കേണ്ടത് 2000 രൂപ. ഇനി ഐ ജി എസ് ടി ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട് 1500 രൂപ. ഈ 1500 രൂപ നമുക്ക് സി ജി എസ് ടിയിലും എസ് ജി എസ് ടിയിലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ 1500 രൂപയും സി ജി എസ് ടിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ 2000 രൂപയാണ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടിയിരുന്നത്. എക്സ്ട്രാ കൊടുത്ത 1500 ഐ ജി എസ് ടി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇനി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടത് 500 രൂപ മാത്രമാണ്. സി ജി എസ് ടി ആയിട്ട് ഇനി ഗവൺമെൻറ്റിലേക്ക് 500 രൂപ മാത്രം കൊടുത്താൽ മതി. അതുപോലെ ഐ ജി എസ് ടി ആയിട്ട് നേരത്തെ 1500 രൂപ എക്സ്ട്രാ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിരുന്നു. അതിവിടെ നമ്മൾ സി ജി എസ് ടി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇനി ഐ ജി എസ് ടി ഇനത്തിൽ ഗവൺമെൻറ്റിന് കൊടുക്കാനോ അല്ലെങ്കിൽ എക്സ്ട്രാ കൊടുക്കാനോ എക്സ്ട്രാ കൊടുത്തതോ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് നെറ്റ് ജി എസ് ടി ഇനത്തിൽ വരുന്നത് എസ് ജി എസ് ടി ആയിട്ട് 2000 രൂപ ഗവൺമെൻറ്റിന് കൊടുക്കണം, സി ജി എസ് ടി ആയിട്ട് 500 രൂപയും ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. ഇനി ഇതിനുള്ള ജേണൽ എൻട്രി ആണ്. ഐ ജി എസ് ടിയും എസ് ജി എസ് ടിയും സി ജി എസ് ടിയും സെറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി ഉണ്ടെങ്കിൽ ആ എൻട്രി എഴുതണം. അതുപോലെ ടാക്സ് കൊടുക്കേണ്ട എൻട്രിയും എഴുതണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐ ജി എസ് ടി സെറ്റ് ഓഫ് ചെയ്യാനുള്ള എൻട്രി. ഐ ജി എസ് ടി ടോട്ടൽ ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്നത് 2000 രൂപയാണ്. അത് ഇൻപുട്ട് ഐ ജി എസ് ടി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. ബാക്കി വരുന്നതാണ് നമുക്ക് സി ജി എസ് ടി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആദ്യം സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇപ്പോഴ് അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ എൻട്രി വരുന്നത് ഔട്ട്പുട്ട് ഐ ജി എസ് ടി അക്കൗണ്ട് ഡെബിറ്റ് 2000 ടു ഇൻപുട്ട് ഐ ജി എസ് ടി. ഇൻപുട്ട് ഐ ജി എസ് ടി നേരത്തെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടാണുള്ളത്. അത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി അതിനെ ഇപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ ടു ഇൻപുട്ട് ഐ ജി എസ് ടി അക്കൗണ്ട് 2000. ഇനി രണ്ടാമത്തെ എൻട്രി വരുന്നത് എസ് ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട് സെറ്റ് ഓഫ് ചെയ്യാനുള്ള എൻട്രി ഒന്നുമില്ല. കാരണം ഇൻപുട്ട് എസ് ജി എസ് ടി 0 ആണ്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യാനില്ല. സി ജി എസ് ടി സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ അതിനും എൻട്രി ഇല്ല. കാരണം ഇൻപുട്ട് സി ജി എസ് ടി എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യാനൊന്നും തന്നെ ഇല്ല. പക്ഷേ സി ജി എസ് ടി 1500 രൂപ നമ്മൾ ഐ ജി എസ് ടി എക്സസ് പെയ്ഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതണം. അതിൻ്റെ ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് സി ജി എസ് ടി അക്കൗണ്ട് ഡെറ്റർ 1500 ടു ഇൻപുട്ട് ഐ ജി എസ് ടി 1500. അത് എഴുതി കഴിഞ്ഞാൽ ഇൻപുട്ട് ഐ ജി എസ് ടി കംപ്ലീറ്റ് ആയിട്ട് 0 ആയി. അതുപോലെ ഔട്ട്പുട്ട് സി ജി എസ് ടിയിൽ 2000 രൂപ ബാക്കി ഉണ്ടായിരുന്നു. അത് 1500 രൂപ ഡെബിറ്റ് ചെയ്തു. ഇനി 500 രൂപ മാത്രമേ സി ജി എസ് ടിയിൽ ബാക്കിയുള്ളൂ. അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട പൈസ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് മാറ്റുമ്പോഴുള്ള എൻട്രി ഔട്ട്പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് ഡെബിറ്റ് 2000, ഔട്ട്പുട്ട് സി ജി എസ് ടി അക്കൗണ്ട് ഡെബിറ്റ് 500
ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ 2500. ഇതോടുകൂടി ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. റെക്കോർഡ് നെസസറി ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് സുമൻ ഓഫ് ബീഹാർ അസ്യൂമിങ് CGST at the rate of 9% and SGST at the rate of 9%. ടോട്ടൽ GST 18% ആണ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ bought goods rupees 3,50,000 from Jharkhand. Second, sold goods for rupees 2 lakh Uttar Pradesh. Third, sold goods for rupees 4 lakh locally. Paid insurance premium Bihar rupees 30,000. Bought furniture for office Bihar rupees 50,000. 5 ഇടപാടുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 5 ഇടപാടിൻ്റെ ട്രാൻസാക്ഷൻസ് പ്രകാരമുള്ള ജേർണൽ എൻട്രി നമ്മൾ എഴുതണം. അതുപോലെ തന്നെ GST സെറ്റ് ഓഫ് ചെയ്യുന്നത് എഴുതണം. ആദ്യം നമുക്ക് നോക്കാം. ബോട്ട് ഗുഡ്സ് rupees 3,50,000 ഫ്രം ജാർഖണ്ഡ്. ജാർഖണ്ഡിൽ നിന്നും 3,50,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ബീഹാറിലാണ്. അപ്പോൾ ബീഹാറിലുള്ള ബിസിനസ് ജാർഖണ്ഡിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈടാക്കുന്ന GST എന്ന് പറയുന്നത് IGST ആണ്. ഇപ്പോൾ ഇവിടെ എൻട്രി നമുക്ക് നോക്കാം. സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴുള്ള എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് 3,50,000. ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ GST അടക്കമാണ് ക്യാഷ് കൊടുക്കേണ്ടത്. 3,50,000 ഇൻറ്റു 18% നമ്മൾ GST എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ ക്യാഷ് കൊടുക്കുന്നത് 4,13,000 റുപ്പി ആയിരിക്കും. അതിനകത്ത് ഡിഫറൻസ് വരുന്നത് നമുക്ക് IGST ആണ്. പർച്ചേസ് ചെയ്യുമ്പോഴുള്ള IGSTക്ക് ഇൻപുട്ട് IGST ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ചെയ്യേണ്ട അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് IGST. 3,50,000 ഇൻറ്റു 18/100 ദാറ്റ് ഈസ് 63,000 റുപ്പി IGST ഇൻപുട്ട് IGST ആയിട്ട് വരും. ഇനി രണ്ടാമത്തെ എൻട്രി ആയിട്ട് വരുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ rupees 2 lakh ടു ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലേക്ക് വിറ്റു സാധനങ്ങൾ. അവിടെയും IGST ആണ് നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. അവിടെ വരുന്ന എൻട്രി എന്ന് പറയുന്നത് സാധനങ്ങൾ വിറ്റു എന്ന് പറയുമ്പോഴുള്ള എൻട്രി ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ഇപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് 2 lakh തന്നെ. പക്ഷേ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത് ഡെബിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് എമൗണ്ടും വേണം, ഒപ്പം തന്നെ 18% GST നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ മൊത്തം നമുക്ക് ക്യാഷ് കിട്ടേണ്ടത് 2 lakh പ്ലസ് 36,000 GST. 2,36,000 ക്യാഷ് കിട്ടും. ഇനി IGST ആയിട്ട് നമ്മൾ പൈസ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഔട്ട്പുട്ട് IGST 18%. 2 lakhന്റെ 18% ദാറ്റ് ഈസ് 36,000. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ rupees 4 lakh ലോക്കലി. 4 ലക്ഷം രൂപക്കുള്ള സാധനം ലോക്കലായിട്ട് വിറ്റു. ലോക്കലായിട്ട് വിറ്റു എന്ന് പറഞ്ഞാൽ ബീഹാറിൽ തന്നെ വിറ്റു. അപ്പോൾ ഈടാക്കുന്ന GST എന്ന് പറയുന്നത് CGSTയും SGST ആയിരിക്കും. ഇപ്പോൾ ജേർണൽ എൻട്രി സാധനങ്ങൾ വിറ്റു എന്ന് പറയുമ്പോൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്ററ്റ് ടു സെയിൽസ്. സെയിൽസ് 4 lakh തന്നെ. പക്ഷേ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് കിട്ടുന്നത് 4 lakh പ്ലസ് 18% GST. ദാറ്റ് ഈസ് 72,000 ആണ് GST വരിക. അപ്പോൾ ക്യാഷ് കിട്ടുന്നത് 4,72,000. ഇനി ഡിഫറൻസ് വരുന്ന ആ എമൗണ്ട് ഔട്ട്പുട്ട് SGSTയും ഔട്ട്പുട്ട് CGSTയും ആണ്. അത് രണ്ടും ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. ടു ഔട്ട്പുട്ട് SGST 36,000 ടു ഔട്ട്പുട്ട് CGST 36,000. 9%. നെക്സ്റ്റ് നാലാമത്തെ ട്രാൻസാക്ഷൻ പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം 30,000. ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തു. അതും ബീഹാറിൽ തന്നെയാണ് പേ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും CGST SGST തന്നെയാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തതാണ്, ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് SGSTയും ഇൻപുട്ട് CGSTയും ആയിരിക്കും. ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്തായിരിക്കും? യെസ്, ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഇപ്പോൾ ഇൻഷുറൻസ് അക്കൗണ്ട് ഡെബിറ്റ് 30,000. ഇപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത് 30,000 പ്ലസ് 18% GST വരും. ഇപ്പോൾ 18% GST എന്ന് പറയുമ്പോൾ 30,000 18% 5,400 വരും. ഇനി
ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടുകൾ ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് 2700, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 2700. നെക്സ്റ്റ് വരുന്നത് ബോട്ട് ഫർണിച്ചർ ഫോർ ഓഫീസ് ₹50,000. അതും ബീഹാറിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഫർണിച്ചർ വാങ്ങിക്കുമ്പോഴുള്ള എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഇപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് 50,000 ആണ്. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുമ്പോൾ 50,000 പ്ലസ് 18% GST ആണ്. ദാറ്റ് ഈസ് 50,000 പ്ലസ് 9,000, ദാറ്റ് ഈസ് 59,000. ഇനി ഇവിടെ ബീഹാറിൽ നിന്ന് തന്നെയാണ് ഫർണിച്ചർ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊടുത്തിരിക്കുന്ന GST എന്ന് പറയുന്നത് SGSTയും CGSTയും ആയിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് 4,500, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 4,500. തന്നിരിക്കുന്ന ഇടപാടുകൾ കംപ്ലീറ്റ് ആയി. ഇനി GST സെറ്റിൽ ചെയ്യലാണ്. അപ്പോൾ GST സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. വർക്കിംഗ് നോട്ട്സിൽ ടോട്ടൽ ഇൻപുട്ട് IGST, ഇൻപുട്ട് IGST ആയിട്ട് ടോട്ടൽ നമ്മൾ കൊടുത്തത് 63,000 ആണ്. അതുപോലെ ടോട്ടൽ ഔട്ട്പുട്ട് IGST നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി സെയിൽസ് നടത്തുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്ത GST എന്ന് പറയുന്നത് 36,000 ആണ്. അപ്പോൾ നെറ്റ് ഇൻപുട്ട് IGST പെയ്ഡ് ഇൻ എക്സസ് ആയിട്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 63 കൊടുത്തു, പക്ഷെ 36 നമുക്ക് കൊടുക്കാൻ വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് 36,000 മൈനസ് 63,000, ദാറ്റ് ഈസ് 27,000 റുപ്പി ഗവൺമെൻറ്റിലേക്ക് IGST എക്സ്ട്രാ നമ്മൾ ഈ മാസം കൊടുത്തിട്ടുണ്ട്. ഈ 27,000 റുപ്പി നമുക്ക് SGSTയിലേക്കോ CGSTയിലേക്കോ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് CGST SGSTയുടെ കണക്ക് നമുക്ക് നോക്കാം. ടോട്ടൽ ഇൻപുട്ട് SGST എന്ന് പറയുന്നത് 2,700 പ്ലസ് 4,500, ദാറ്റ് ഈസ് 7,200 ആണ് ടോട്ടൽ SGST. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് SGST എന്ന് പറയുന്നത് 36,000 ആണ്. അപ്പോൾ നെറ്റ് ഔട്ട്പുട്ട് SGST പേയബിൾ എന്ന് പറയുന്നത് 36,000 മൈനസ് 7,200, ദാറ്റ് ഈസ് 28,800 റുപ്പി. ഇപ്പോൾ 28,800 റുപ്പി SGST ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് ഇനി പേ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻപുട്ട് CGST എന്ന് പറയുന്നത് 2,700 പ്ലസ് 4,500, ദാറ്റ് ഈസ് 7,200. ടോട്ടൽ ഔട്ട്പുട്ട് CGST എന്ന് പറയുന്നത് 36,000. സോ നെറ്റ് ഔട്ട്പുട്ട് CGST പേയബിൾ വിൽ ബി 36,000 മൈനസ് 7,200, ദാറ്റ് ഈസ് 28,800. ഇപ്പോൾ CGST ആയിട്ടും SGST ആയിട്ടും 28,800 രൂപ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. IGST ആയിട്ട് ഗവൺമെൻറ്റിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് 27,000 രൂപ. അപ്പോൾ ഗവൺമെൻറ്റിന് എക്സ്ട്രാ കൊടുത്ത 27,000 രൂപ നമുക്ക് CGSTയിലോ SGSTയിലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് CGSTയിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 28,800 രൂപ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നതിന് പകരം 27,000 IGST ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 28,800 മൈനസ് 27,000, ദാറ്റ് ഈസ് 1,800 റുപ്പി മാത്രമേ ഇനി CGST ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് IGST ആയിട്ട് എക്സസ് ആയിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. കാരണം 27,000 രൂപ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ CGSTയിൽ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തു. SGST ആയിട്ട് ഇനി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടത് 28,800, CGST ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടത് 1,800. ഇനി ഇതിൻ്റെ എൻട്രിയാണ് സെറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രിയും അതുപോലെ ടാക്സ് ക്യാഷ് ലെഡ്ജറിലേക്ക് മാറ്റുന്ന എൻട്രി. ഫസ്റ്റ് IGST സെറ്റ് ഓഫ് ചെയ്യാനുള്ള എൻട്രി ഔട്ട്പുട്ട് IGST അക്കൗണ്ട് ഡെബിറ്റ് 36,000 ടു ഇൻപുട്ട് IGST 36,000. ഇപ്പോൾ 36,000 IGST ഇൻപുട്ട് ഔട്ട്പുട്ട് സെറ്റിലായി. ഇനി അതേപോലെ SGST നമ്മൾ സെറ്റിൽ ചെയ്യുക. ഔട്ട്പുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ 7,200 ടു ഇൻപുട്ട് SGST 7,200. അതുപോലെ CGSTയും അഡ്ജസ്റ്റ് ചെയ്യാം. ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 7,200 ടു ഇൻപുട്ട് CGST 7,200. ഇനി ബാലൻസ് വരുന്ന അക്കൗണ്ടുകൾക്ക് മാത്രമേ നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടതായിട്ടുള്ളൂ. ഇൻപുട്ട് IGSTയിൽ 27,000 ബാലൻസ് ഉണ്ട്. അത് നമ്മൾ ഔട്ട്പുട്ട് CGST ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള എൻട്രി ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 27,000 ടു ഇൻപുട്ട് IGST 27,000. അപ്പോൾ IGST അക്കൗണ്ട് പൂർണ്ണമായിട്ടും 0 ആയി. ഇനി CGST അക്കൗണ്ടിൽ ചെറിയൊരു ബാലൻസ് ഉണ്ട്.
1800 അത് മാത്രം ഗവൺമെൻറ്റിലേക്ക് കൊടുത്താൽ മതി. അതുപോലെ SGST അക്കൗണ്ടിലും 28,800 റുപ്പീ ബാലൻസ് ഉണ്ട്, അതും ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന എൻട്രിയാണ് നമ്മളിനി എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ എൻട്രി ഔട്ട്പുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് 28,800, ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 1,800 ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ 30,600. ഇപ്പോഴിവിടെ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് IGST സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് IGST ആദ്യം ഇൻപുട്ട് IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ബാലൻസ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ, ബാലൻസ് ആയിട്ട് എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് എക്സ്ട്രാ പൈസ കൊടുത്തതായിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാലൻസ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ആ പൈസ നമുക്ക് SGSTയിലോ CGSTയിലോ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് GST ആയിട്ട് ബന്ധപ്പെട്ട പുതിയൊരു അമെൻമെൻറ്റ് നമുക്ക് നോക്കാം. റൂൾ 88A. With the new rules in place, it is mandatory to utilize the entire IGST available in electronic credit ledger before utilizing input tax credit on CGST or SGST. The order of setting of ITC of IGST can be done in any proportion and any order towards setting of the CGST or SGST output after utilizing the same for IGST output. എന്ന് പറഞ്ഞാൽ GST സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ആദ്യം IGST സെറ്റ് ഓഫ് ചെയ്യണം. ഔട്ട്പുട്ട് IGST ഇൻപുട്ട് IGST ആയിട്ട് ആദ്യം സെറ്റ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇൻപുട്ട് IGST അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എമൗണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ആ ഇൻപുട്ട് IGST അക്കൗണ്ടിലെ എമൗണ്ട് ഔട്ട്പുട്ട് SGST അക്കൗണ്ടിലേക്കും ഔട്ട്പുട്ട് CGST അക്കൗണ്ടിലേക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇൻപുട്ട് IGST അക്കൗണ്ടിൽ പരമാവധി ബാലൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതാണ്. ഇനി ഔട്ട്പുട്ട് SGST അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇൻപുട്ട് IGST അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസിനോടാണ് ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇൻപുട്ട് SGST അക്കൗണ്ടുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. സിമിലർലി ഔട്ട്പുട്ട് CGST അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇൻപുട്ട് IGST അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസോട് ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. അതിനുശേഷം മാത്രമേ ഇൻപുട്ട് CGSTയോട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി പാടുള്ളൂ. അപ്പം ഇങ്ങനെ IGSTയും CGSTയും SGSTയും ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് എമൗണ്ട് അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അത് അടുത്ത മാസം സെറ്റ് ഓഫ് ചെയ്യാം. CGST ഔട്ട്പുട്ടും SGST ഇൻപുട്ടും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ SGST ഔട്ട്പുട്ടും CGST ഇൻപുട്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വർക്കിംഗ് നോട്ട്സ്. സപ്പോസ് ടോട്ടൽ ഇൻപുട്ട് IGST 30,000, ടോട്ടൽ ഔട്ട്പുട്ട് IGST 20,000. സോ നെറ്റ് ഇൻപുട്ട് IGST പെയ്ഡ് ഇൻ എക്സസ് 20,000 മൈനസ് 30,000, 10,000 റുപ്പി എക്സ്ട്രാ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ഇപ്പോഴും പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 10,000 റുപ്പി IGST ആണ് എക്സ്ട്രാ കൊടുത്തത്. ആ IGST കൊടുത്തിരിക്കുന്ന എമൗണ്ട് SGSTയിലോ CGSTയിലോ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് SGST നോക്കാം. ടോട്ടൽ ഇൻപുട്ട് SGST 20,000, ടോട്ടൽ ഔട്ട്പുട്ട് SGST 15,000. നമ്മൾ നേരത്തെ ചെയ്യുന്ന രീതിയിൽ നെറ്റ് ഔട്ട്പുട്ട് SGST എന്ന് പറയുന്നത് 15,000 മൈനസ് 20,000 5,000 ഗവൺമെൻറ്റിലേക്ക് ഇനിയും SGST പേ ചെയ്യണം. അതായിരുന്നു നേരത്തെ അവസ്ഥ. പക്ഷേ അതല്ല, ഇപ്പോഴത് മാറി. നമ്മൾ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നെറ്റ് ഔട്ട്പുട്ട് SGST പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15,000 ആണ് ഔട്ട്പുട്ട് SGST. അതിൻ്റെ അകത്തുനിന്ന് ആദ്യം ബാലൻസ് വന്നിരിക്കുന്ന IGST, ഇൻപുട്ട് IGST എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആ ഇൻപുട്ട് IGST ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളിവിടെ 5,000 രൂപ ഇൻപുട്ട് IGSTന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ബാലൻസ് ഇൻപുട്ട് SGSTന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ദാറ്റ് ഈസ് 20,000. ഇപ്പോൾ വരുന്നത് 15,000 മൈനസ് 5,000 IGST മൈനസ് 20,000 ഇൻപുട്ട് SGST. അങ്ങനെ മൈനസ് 10,000 റുപ്പിയാണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SGST ആയിട്ട് ഗവൺമെൻറ്റിന് എക്സ്ട്രാ പേ ചെയ്തത് 10,000 റുപ്പിയാണ്. അതുപോലെ തന്നെ CGST അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത്
ടോട്ടൽ ഇൻപുട്ട് CGST 20,000, ടോട്ടൽ ഔട്ട്പുട്ട് CGST 15,000 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് പ്രകാരം നെറ്റ് ഔട്ട്പുട്ട് CGST പേയബിൾ എന്ന് പറയുന്നത് 15,000 മൈനസ് 20,000, ദാറ്റ് ഈസ് മൈനസ് 5,000. ഇപ്പോൾ ഇവിടെ പുതിയ റൂൾ പ്രകാരം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നെറ്റ് ഔട്ട്പുട്ട് CGST പേയബിൾ എന്ന് പറയുന്നത് 15,000 ഔട്ട്പുട്ട് CGST മൈനസ് എക്സ്ട്രാ വന്ന IGST ഉണ്ട്, ഇൻപുട്ട് IGST ഉണ്ട്. അത് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുക. മൈനസ് 5,000, 10,000 നിന്ന് 5,000 SGSTയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വരുന്ന 5,000 CGSTയിലേക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നു. മൈനസ് ഇൻപുട്ട് CGST. ഇപ്പോൾ ഡിഫറൻസ് ആയിട്ട് വരുന്നത് മൈനസ് 10,000. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിന് ശേഷം IGST ആയിട്ട് ഒന്നും തന്നെ ഗവൺമെന്റിലേക്ക് ഇനി കൊടുക്കാനോ എക്സ്ട്രാ പേ ചെയ്തിട്ടോ ഒന്നും തന്നെ ഇല്ല. ആ ഉള്ള 10,000 രണ്ടിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി SGST എന്ന് പറയുന്നത് മൈനസ് 10,000 ആണ്. ദാറ്റ് ഈസ് ഗവൺമെന്റിന് 10,000 റുപ്പി എക്സ്ട്രാ പേ ചെയ്തിട്ടുണ്ട്. അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. അത് അടുത്ത മാസം നമുക്ക് ആ ക്രെഡിറ്റ് അവൈൽ ചെയ്യാം. അതുപോലെ CGSTയുടെ കേസിലും അതേപോലെ തന്നെയാണ്. 10,000 റുപ്പി എക്സ്ട്രാ ഗവൺമെന്റിലേക്ക് പേ ചെയ്തിട്ടുണ്ട്. അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. അത് അടുത്ത മാസത്തെ റിട്ടേണിനോട് കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് പുതിയ റൂള് പ്രകാരമുള്ള സെറ്റ് ഓഫ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. GST ആയിട്ട് ബന്ധപ്പെട്ട 3 ക്ലാസ്സസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. അടുത്ത് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.